ഹലോ ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ബാംഗ്ലൂർ എഡിഷൻ. ഞാൻ ബാംഗ്ലൂർ ഇപ്പം ഒരു 1.5 വർഷം കൂടിയാണ് ബാംഗ്ലൂർ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 1-2 ദിവസത്തേക്കാണ് വന്നത്. ഇന്നൊരൊറ്റ ദിവസത്തേക്കാണ് വന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ എത്തി. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ ഉറങ്ങി. എൻ്റെ കണ്ണൊക്കെ കണ്ടറിയാം. ഞാൻ കഷ്ടപ്പെട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടത് മറച്ച് വെച്ചേക്കുവാണ്. ഇതെനിക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉച്ച വരെ ഞാൻ എന്നെ തന്നെ പാമ്പറിങ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും. ഞാൻ നെയിൽ അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ വാക്സിങ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ എനിക്ക് ബാംഗ്ലൂർ കുറേ കാര്യം ചെയ്യാനുണ്ട്, കുറേ ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫിൽട്ടർ കോഫിയിൽ, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ്. അത് ഞാൻ ടിക്ക് ചെയ്തു. നല്ല മസാല ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇവിടെ വന്നൊരു 2 മണിക്കൂർ ഉറങ്ങി. ഇപ്പോൾ ഉറക്കക്ഷീണം. ഞാൻ എന്താ പറയുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് സിങ്ക് വിട്ടുപോകും. ജെറ്റ് ലാഗാണ് കംപ്ലീറ്റ്. ഇനിയിപ്പം സിമ്മില്ല, അതൊരു പ്രശ്നമാണ്. ഞാൻ എങ്ങനെയൊക്കെയോ തപ്പി തടഞ്ഞു വേണം പോകാനായിട്ട്. കാരണം അരൂട്ടനൊക്കെ ഇനി ഒന്ന് ഉറങ്ങാൻ പോകാമെന്നാണ് പറയുന്നത്. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പം എൻ്റെ ഇന്നത്തെ ബാംഗ്ലൂർ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ ഇവിടെ ഓട്ടോയിലാണ് പോകുന്നത്. ആരും എന്നെ കൊണ്ട് വിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഓട്ടോയിൽ പോകേണ്ട വന്നു. ഇനിയിപ്പം ഓൾറെഡി ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പൊടി അലർജിയാണ്. ഞാൻ ഓട്ടോയിൽ ഇപ്പം എൻ്റെ ഫസ്റ്റ് ലൊക്കേഷനായ ബ്യൂട്ടി പാർലറിലോട്ട് പോവാണ്. UK എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പൊതുവേ ഞാൻ നാട്ടിൽ വന്നിട്ട് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ഈ മാനിക്യൂർ, പെഡിക്യൂർ, നെയിൽ എക്സ്റ്റൻഷൻ, ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ. അപ്പം ഇവിടെ നമുക്ക് അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ വരുന്ന അന്ന് തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അതാകുമ്പം ഒരു മാസത്തെ സമയം കിട്ടുകയും ചെയ്യും. തിരിച്ച് പോകുമ്പോൾ എനിക്കിതൊക്കെ റിമൂവ് ചെയ്തിട്ട് പോകാനും പറ്റും. ഞാൻ കഴിഞ്ഞ വർഷം വന്ന് നെയിൽസ് ചെയ്ത ആളുടെ അടുത്ത് തന്നെയാണ് ഞാൻ വന്നത്. അത്ര കംഫർട്ടബിൾ, അടിപൊളിയായിട്ട് ആളെനിക്ക് നെയിൽസൊക്കെ ചെയ്ത് തരാറുണ്ട്. ഞാൻ പിന്നെ ഉറക്കം എങ്ങനെയൊക്കെയോ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതവർക്ക് നല്ലപോലെ മനസ്സിലായതുകൊണ്ട് പില്ലോയൊക്കെ എനിക്ക് എടുത്തു തന്നു. ഞാൻ ചെറിയൊരു ഉറക്കം, ഒരു 5 മിനിറ്റ് ഉറക്കം ഞാൻ ഉറങ്ങുകയും ചെയ്തു. പിന്നെ എനിക്ക് കാലിന് നല്ല വേദനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മസാജൊക്കെ ചെയ്ത് അതൊക്കെ അങ്ങ് മാറിക്കിട്ടി. ഇത് കഴിഞ്ഞ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് തിരികെ പോയത്. സോ ഇതെൻ്റെ 2ാമത്തെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യമായിരുന്നു. അങ്ങനെ അതും ചെയ്തു. ഇപ്പോൾ വെസ്റ്റൈലെത്തി. വെസ്റ്റൈലത്തിന് കുറച്ച് ഷോപ്പിംഗ്, ഒറ്റയ്ക്ക് ഷോപ്പിംഗ് ചെയ്തിട്ട് ഇതൊക്കെ കിട്ടുന്നത് നോക്കട്ടെ. ഞാൻ കുറേ പലതരത്തിലുള്ള കടയിലും കയറി നോക്കി. പക്ഷേ എനിക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും സൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോളിൽ നിന്നായിരുന്നു. എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. പിന്നെ നേരെ ഞാൻ പോയത് എൻ്റെ മെയിൻ ആയിട്ടുള്ള അടുത്ത ബക്കറ്റ് ലിസ്റ്റിലെ സാധനം കഴിക്കാൻ വേണ്ടിയായിരുന്നു, ഡെത്ത് ബൈ ചോക്ലേറ്റ്. അങ്ങനെ അതും മേടിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ എൻ്റെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇതിനിടയ്ക്ക് കണ്ടല്ലോ കുറേ സ്ഥലത്തൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ഇറങ്ങിയത് തന്നെ. ഡെത്ത് ബൈ ചോക്ലേറ്റ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഈ ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പുറത്ത് പോകുന്നതിന് മുന്നേ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ആൾക്കാർ എന്നെ പറ്റിക്കുവാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് കടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ പൈസ കൊടുത്ത് കഴിയുമ്പോഴത്തേനും ചേഞ്ച് ഇല്ല, UPI ഇത്, എനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. ആകെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. ഇന്നൊക്കെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ദിവസമായിരുന്നു ഒറ്റയ്ക്ക്. പക്ഷേ ബാംഗ്ലൂരിൻ്റെ തെരുവീതികളിലൂടെ എൻജോയ് ചെയ്ത്. ഇനിയിപ്പോൾ പാനിപ്പൂരിയൊക്കെ കഴിക്കാനുണ്ട്. പാനിപ്പൂരി, മോമോസ് ഇതൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചത് ഒരു ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. തുറന്നിച്ചില്ല ഇതുവരെ അല്ലേ, തുറന്നു നോക്കും. നല്ലൊരു ഷെയ്ഡ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആക്ച്വലി കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡായിരുന്നു. Buy 2 get 1 ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കൺസീലർ മേടിച്ചു. അപ്പോൾ എനിക്ക് പൊതുവെ ഞാൻ കൺസീലർ യൂസ് ചെയ്യാത്ത ആളാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ സെറ്റിംഗ് സ്പ്രേ. എനിക്ക് സെറ്റിംഗ് സ്പ്രേയും ഇല്ല. അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ മേടിച്ചു. അപ്പം പിന്നെ ഒരു ടീഷർട്ടൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ റെഡി ആയിട്ട് ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഇടുന്നത്. അപ്പം ഒന്നുകൂടി ഒന്ന് മിനിങ്ങിയിട്ട് കാണാം. ഞങ്ങളിപ്പോൾ പുറത്തു പോവാം രാത്രിയിലെ ഫുഡ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ സീ യു സൂൺ. ഞങ്ങൾ ബാംഗ്ലൂർ ഇറങ്ങിയത് ഒരു സാറ്റർഡേ ആയതുകൊണ്ട് അന്നത്തെ നല്ല തിരക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ടാക്സി പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ മാത്രമല്ല, കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ശരത്തേട്ടനും രാഹുലേട്ടനും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാൻ ഇതുവരെ പോകാത്തൊരു പബ്ബിലാണ് പോയത്. ഞാൻ പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ ഈ ഒരു പബ്ബിലാണ് ഞാൻ പോയത്.
നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഫാമിലി പെറ്റ്സ് ഒക്കെ അലൗഡ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. അതിനുശേഷം കുറച്ച് ഫുഡും കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ആ നൈറ്റ് ഒരു 10 മണി 11 മണി വരെ അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കാരണം ഇന്ന് ബാംഗ്ലൂരത്തെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ ഇനിയിപ്പോൾ ബാംഗ്ലൂർ എന്നാ വരുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം ബാംഗ്ലൂരത്തെ ആ വൈബും ക്ലൈമറ്റും ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഇനിയിപ്പം നാളെ ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് പുറപ്പെടും. കാരണം ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി എല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കാൻ. അതുകൊണ്ടാണ് വ്ളോഗൊക്കെ ഇത്രയും ലേറ്റ് ആയത്. ഇനി വീട്ടിലെത്തി ബാക്കി കുറച്ച് ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. ബാക്കി വിശേഷം നാട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ബൈ ബൈ.